ജസ്റ്റ് ഇതിടും. എനിക്ക് ഗോഗിൾസ് ഇടാൻ വളരെ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ സ്പെക്സ് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ലെൻസ് ഇടണം. പക്ഷെ ലെൻസ് ഇട്ടുകൊണ്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി, ചിലവർക്ക് അത് ഈസി ആയിരിക്കും. പക്ഷേ ഇറ്റ്സ് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് വെരി വെരി ഡിഫിക്കൾട്ട്. ഇതൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും സ്പെക്ടക്കിൾസ് ഇടുന്നത്. ഓ, അതിൻ്റെ കൂടെ ഒരു പപ്പിയെ കണ്ടു. നിങ്ങളുടെ ബൈക്കിൽ പാനിയ ബാഗ് ഫിക്സ് അല്ലെങ്കിൽ അധികം ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ ട്രിപ്പിന് പോകാൻ അപ്പോൾ ഏതാണ് ഏറ്റവും യൂസ്ഫുള്ളായ ബാഗ്? എന്തായാലും ഹാൻഡ് ബാഗ് അല്ല കേട്ടോ, ടാങ്ക് ബാഗ്. ആൻഡ് എനിക്കൊരു നല്ല പേർപ്പസ്ഫുൾ ടാങ്ക് ബാഗ് എൻ്റെ കയ്യിലുണ്ട്. So here I am, all set for a small ride in Ahmedabad. Heading from my home, all geared up. This is all me wrapped up. So she's all doing good. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിലേക്കാണ്. മേസാന എന്നൊരു ഡിസ്ട്രിക്റ്റിലാണിത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഇൻ ഗുജറാത്ത്. തോൾ ലേക്കാണ് പറയുന്നത്, തോൾ ലേക്ക്. സോ ഐ ആം ഗോയിങ് ടു ടേക്ക് യു ഓൾ ഓവർ ദെയർ. എനിക്ക് ആ ചുവന്ന പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 30 റുപ്പീസേ ഉള്ളൂ കിലോയ്ക്ക്. അമ്മയും കൊണ്ട് യാത്ര ചെയ്താൽ വഴി കിടക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും മേടിക്കാനുള്ളതാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇതൊരു 80 കിലോമീറ്റേഴ്സ് ട്രിപ്പാണ്. അതുകൊണ്ട് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. എത്ര വാങ്ങിച്ചമ്മ? ഇതാണ് വഴിയിൽ നിന്ന് കഴിക്കാനുള്ള ഫ്രൂട്ട്സ്. എനിക്കറിയത്തില്ല ഞാനിത് എങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഇവിടെ കുറച്ച് പേരിങ്ങനെ നോക്കുന്നുണ്ട് എന്താന്ന്. ഹേ ഗായ്സ്, ഇത് ഗാന്ധിനഗറിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നർമ്മദ കനാലാണ്. ഇവിടെയൊക്കെ അഴുക്കാണ്. പക്ഷേ അപ്പോൾ കണ്ടോ ഒരുപാട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. എന്തോ ചെയ്യാനാണ്? അപ്പോൾ വഴിയിൽ നിന്ന് ജസ്റ്റ് കഴിക്കാൻ വേണ്ടി മേടിക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അമ്മ ഒരുപാട് മേടിച്ചു. അതുകൊണ്ട് കാരണം വില കുറവായുണ്ട്. സോ സിറ്റിക്ക് മാറി നിന്ന് ഗ്രാമത്തിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചാൽ വളരെ വില കുറവാണ്. ഒരു പേരയ്ക്കൊക്കെ തന്നെ, ചുവന്ന പേരയ്ക്കൊക്കെ 1 കിലോ 30 രൂപയുള്ളൂ, 30 റുപ്പീസ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ടാങ്ക് ബാഗ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്തായാലും ഫ്രൂട്ട്സ് വെക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, അഗൈൻ വി ആർ ഹെഡിങ് ഔട്ട്. ഫോൾ ലേക്കിലേക്ക് പോവാണ്. മോം ഹാവ് ചേഞ്ച് അറ്റയർ ആസ് യൂഷ്വൽ, ഫാഷനിസ്റ്റ. പക്ഷേ ഞാൻ സെയിം തന്നെയാണ്, മാറിയിട്ടില്ല. സോ ദാറ്റ്സ് വാട്ട് റൈഡേഴ്സ് ഡു, റൈറ്റ്? ഈ നാട്ടിൽ പൊതുവായി കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകളും നാൽക്കാലികളെയും പശുക്കളെയും എരുമകളെയും കൊണ്ട് നടക്കുന്നത്. മേയ്ക്കാൻ പോകുന്നതാണ്. സിൻസ് യു നോ ദാറ്റ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ മിൽക്ക് ഉള്ളത് ഗുജറാത്തിലാണ്. സോ ഞാനും അമ്മ ഇപ്പം ഓൺ ദ വേ ആണ്. തോൾ ലേക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സോ ദിസ് ഈസ് ഓൺ ദ വേ. ഞാനിപ്പോൾ ഹോൾട്ട് ചെയ്തിരിക്കുന്നത് നർമ്മദ കനാലിലാണ്. സർദാർ സരോവർ ഡാമിൽ നിന്നാണ് വെള്ളം ഗുജറാത്തിലും രാജസ്ഥാനിലും കിട്ടുന്നത്. 458 കിലോമീറ്റർ നീളമുണ്ട് ഈ കനാലിന്. 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതായത് ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് മേധാ പട്കറിൻ്റെ മേൽനോട്ടത്തിൽ. നർമ്മദ കനാൽ ഗുജറാത്തിൽ ഉടനീളം കാണപ്പെടുന്നതാണ്. I am heading back. ഈ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഇവിടെ ഹെൽമെറ്റ് ധരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു വണ്ടിയിൽ തന്നെ 3-4 പേരെയൊക്കെ കൊണ്ടുപോകുന്ന നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു നോർമൽ കാഴ്ചയാണ്. ഇപ്പോൾ പുറകെ പോയില്ലേ?
അതിൽ 2 പിള്ളേരാണ് ഒരു ബൈക്കിൻ്റെ പുറകെ ഇരിക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. ഇവിടുത്തെ സൈൻ ബോർഡ്സും ഡയറക്ഷൻസും ഒക്കെ അടിപൊളിയാണെങ്കിൽ ആൾക്കാർ എവിടെ നിന്നൊക്കെ കയറി വരുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് കൂടി മനസ്സിലാവത്തില്ല. ആരെങ്കിലും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടോ? ഒരാളെ ഇപ്പോൾ കണ്ടു. ഇവിടുത്തെ നോർമൽ ഒരു കാഴ്ചയാണ് ട്രാക്ടേഴ്സും. ഇപ്പം നമ്മൾ നല്ല റോഡാണ്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടെ ഗുജറാത്തിൻ്റെ. നല്ല നല്ല റോഡ്സാണ്. പക്ഷേ ആൾക്കാർ അങ്ങനെ ആ പിള്ളേരും പോകുന്നുണ്ട്, തിരിഞ്ഞിരുന്നാണ് ഈ പോകുന്നത് ഈ പിള്ളേർ. ആ ചെറുക്കൻ എന്നെ കണ്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബായ് പറയാം. അവർ തിരിച്ച് ബായ് പറഞ്ഞില്ല. ഓക്കെ, അപ്പം ഞാൻ ദേ വരുന്നു നാച്ചുറൽ സ്പീഡ് ബ്രേക്കേഴ്സ്. ഇവിടുത്തെ സ്പീഡ് ബ്രേക്കേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഹമ്പിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. സ്പീഡ് ബ്രേക്കേഴ്സായിട്ട് പശുവും കാളയൊക്കെ ഇവിടെ കാണാം, കഴുതകളും ഒരുപാട്. പിന്നെ മനുഷ്യർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുജറാത്തിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ നല്ല ഹംസാണ്, ബമ്പൊക്കെ അത്ര പ്രശ്നങ്ങളില്ല. നോക്കാതെയാണ് ഈ പോകുന്നത്. ഓക്കെ, ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ, വേണമെങ്കിൽ ഇടിച്ചിട്ട് പോയിക്കോ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ ഈ റോഡും ഒക്കെ കാണുമ്പോഴാണ്, ഇതിൽ കൂടെ നല്ല റോഡ് കാണുമ്പോഴാണ് അത് നമുക്ക് ഇനി ഓടിക്കാൻ തോന്നുന്നത്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന വഴി സ്റ്റേറ്റ് ഹൈവേ 135 ആണ്. ആരാംസെ ഒരു 50-60 കിലോമീറ്റർ സ്പീഡിലാണ് ഈ പോകുന്നത്. അപ്പം തോൾ ലേക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സ്റ്റേറ്റ് ഹൈവേന്ന് എന്താ പറയുക, അഹമ്മദാബാദിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞ് കയറണം. ഇത് ഇവിടുന്ന് ഹൈവേന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോവിഡിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും അത്ര ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇത് മൊത്തം ഒരു ഗ്രീനറിയാണ് നമ്മളീ പോകുന്ന വഴി. പൊല്യൂഷനും കാര്യങ്ങളും അധികമൊന്നുമില്ല. ബൈ സ്റ്റേറ്റ് ഹൈവേ കൂടെ പോകുമ്പം ഫാക്ടറീസും കാര്യങ്ങളും ഒരുപാടുണ്ട് ഗുജറാത്തിൽ. അതുകൊണ്ടൊരു കെമിക്കലിൻ്റെയൊക്കെ സ്മെല്ല് നല്ലവണ്ണം നമുക്ക് അനുഭവപ്പെടാം. ഞാൻ അതിന് ബാലക്ലവയും എന്താ പറയുക മാസ്കും ഹെൽമെറ്റും ഒക്കെ ധരിച്ചിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് ആ സ്മെല്ല് അനുഭവപ്പെടാം. ഇവിടൊന്നും അതില്ല ഈ പോകുന്ന വഴിയിലൊന്നും. പക്ഷേ കിളികളുടെയൊക്കെ ഒരുപാട് ശബ്ദം കേൾക്കാം. ഇവിടെ ആൾക്കാരൊക്കെ പോകുന്നു. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഈ ഹെൽമെറ്റില്ലാതെ പോകുന്ന ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ വയലുണ്ട്. ഇപ്പം കൃഷി, ഇവിടുത്തെ മെയിൻ കൃഷി അരിയാണ്. അരിയും ഗോതമ്പാണ് കൂടുതലും. പിന്നെ കണ്ടോ ട്രാക്ടർ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ട്രാക്ടേഴ്സ്. അത് നോർത്തിലാണ് ഒരുപാട് നമ്മൾ കാണപ്പെടുന്നത്. എനിക്ക് ഈ ട്രാക്ടർ വല്ലപ്പോഴും ഓടിക്കണമെന്നുണ്ട്. ഓടിക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു. അങ്ങനെ ചെറിയ വഴി, നല്ല വഴി, കുറച്ച് കുണ്ടുകുഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എത്തും. പക്ഷേ കിളികളൊക്കെ ഒരുപാട് പറക്കുന്നുണ്ട് കേട്ടോ. ഫ്ലോക്സ് ഓഫ് ബേർഡ്സ്. നമുക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഈ എത്താൻ പോകുന്നത്. നമ്മളെ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി ഇറിഗേഷൻ ടാങ്ക് ഉണ്ടാക്കിയിട്ടത്, അത് നമ്മൾ ലേക്കാക്കി ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റി ഈ ഗുജറാത്തുകാർ. ഇവിടെ അടുത്തൊന്നും താമസമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. ക്യാമറ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ പറക്കുന്ന കാണിക്കാനാണ് നിങ്ങളെ. കണ്ടോ അകത്തൂടെ തന്നെ റോഡിൻ്റെ താഴെ കൂടെ ഒക്കെ പറന്ന് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്പം എത്തും. എത്താറായി. ഇവർക്കൊക്കെ വരുന്നവർക്കൊക്കെ അത്ഭുതമായിരിക്കും കാണുന്നത്. ഇപ്പം ഞാനും അമ്മയൊക്കെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടായിരിക്കുന്നത്. അത് തന്നെ അത്ഭുതമായൊരു കാഴ്ചയായിരിക്കും. ഓക്കേ, നമ്മളപ്പം തോൾ ലേക്കിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഓപ്പൺ ആണോ? കൊറോണയുടെയൊക്കെ സൈൻ
മാസ്ക് ഇടുക എന്നൊക്കെ ഗുജറാത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അകത്ത് കയറട്ടെ. ഓക്കെ, ഇവർ പാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് എന്നോട് പറയുന്നുണ്ട് ഇവർ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ. അവിടെ സാനിറ്റൈസറും അതിൽ ടെമ്പറേച്ചർ ചെക്കിങ് എക്യുപ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയും അമ്മ ഇറങ്ങി ടിക്കറ്റ് എടുക്കട്ടെ. അമ്മ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്തായാലും ഞാനവിടെ ബൈക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് അകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് നോക്കണം. അവർ പറയുന്നുണ്ട് അകത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എന്നാലും ഞാൻ അവിടെ കുറേ കാറുകളൊക്കെ കാണുന്നില്ലേ, അവിടെ എന്തായാലും വെക്കാം. അമ്മ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ പറയുന്നുണ്ട് 5:30 വരെ ഉള്ളെന്ന്. 5:30 വരെ സമയമുള്ളൂ. ഞാനിപ്പോൾ എത്തിയത് ഒരു 3:30 ഇപ്പോൾ 2 മണിക്കൂർ സമയമുണ്ട്. ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ പാർക്ക് ചെയ്യട്ടെ. ഇതാ ഞങ്ങൾ തോൾ ലേക്ക് ബേർഡ് സാങ്ച്വറിയിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് അകത്ത് പോയി നോക്കാം എത്ര ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഐ വിഷ് ഐ ഹാഡ് എ DSLR. പക്ഷേ ഇവർ നമ്മൾ ക്യാമറ കൊണ്ടുവന്നാൽ ക്യാമറയുടെ ചാർജും ഉണ്ട്. അതിനേക്കാളും നല്ലതല്ലേ എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, അത് വെച്ചിട്ട് മാക്സിമം പക്ഷികളെ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. ഓ ലുക്ക് അറ്റ് ദിസ് പപ്പി പ്ലേയിങ്. എന്ത് രസമുണ്ട്. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടികൾ. അത് നാടനായാലും ഇൻ്റർനാഷണൽ ആയാലും എനിക്കെല്ലാവരും ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഓടിച്ചുകൊണ്ട് പോവാം. അടിപൊളിയാണ് ഇതിൻ്റെ സൈറ്റ് സീയിങ്. അകത്ത് ടാറിട്ട സ്ഥലമല്ല, കുറച്ച് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പം സാങ്ച്വറി തോൾ ലേക്കിൻ്റെ അകത്തെത്തി. ഒരു 500 മീറ്റേഴ്സ് അകത്ത് കയറിയിട്ട്, 500 മീറ്റേഴ്സ്. അപ്പോൾ അകത്ത് കയറി അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറണം. ഇറ്റ്സ് വെരി ഈസി, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് ഇതൊരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇറ്റ് ഈസ് അത്ര ചൂടില്ലാത്ത സമയമാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്. ഓ യെസ്, ലെറ്റ് മീ ഷോ യു. ഇവിടെ എത്തി, മേൽഭാഗം എത്തിയപ്പം ഇറ്റ്സ് കാം ആൻഡ് ക്വയറ്റ്. യെസ്, വെള്ളം. ലേക്കിലേക്ക് വരാൻ ഒരാൾക്ക് 40 രൂപയാണ്. ഇപ്പം 5:30 വരെ ഉള്ളൂ. അപ്പം ഐ ക്യാൻ സ്പെൻഡ് റൈറ്റ്. ഇപ്പം മണി ഏകദേശം 3:30 ആയി. അപ്പം 2 മണിക്കൂറുണ്ട് സ്പെൻഡ് ചെയ്യാൻ. മെയിൻലി ഫ്ലെമിംഗോസ് പൊതുവെ വരാറുണ്ട്, കാരണം മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലേ. അതിൻ്റെ സീസൺ ആണോ എന്നറിയത്തില്ല. ബട്ട് സ്റ്റിൽ ബേർഡ്സിനൊന്നും കാണാനില്ല. ഓക്കെ, ഇറ്റ്സ് ഓൺ ദാറ്റ് സൈഡ്. ഞാൻ എന്തായാലും അപ്പുറത്തെ സൈഡൊന്ന് പോയി നോക്കാം. ഇവിടെ മനസ്സിലാവുന്ന ഇതല്ല എക്സാക്ട് സൈറ്റ്. തോളിൻ്റെ ലേക്ക് വ്യൂ കണ്ടെത്താൻ നമുക്ക് എന്തായാലും അഗെയിൻ ഒരു 9 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. Where is my Asura? Asura എവിടെ? Asura എവിടെ? എൻ്റെ Asura എവിടെ ഉണ്ട്? നല്ല ക്ലൈമറ്റ്. I love this. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? നല്ല റൈഡായിരുന്നു. എൻജോയ് ചെയ്തു. അധികമൊന്നും ഇല്ലല്ലോ, ഒരു 50 കിലോമീറ്റർ അല്ലേ വന്നുള്ളൂ. ഇവിടെ ഒരു പാർക്ക് മാതിരി അവർ പണിത് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ക്ലോസ്ഡ് ആക്ച്വലി. എല്ലാം ഗുജറാത്തിൽ എഴുതിയേക്കുന്നത്, പക്ഷെ അത് മനസ്സിലാവും. മാസ്ക് എപ്പോഴും ഇടാൻ മാൻഡറ്ററി അത് പറയുന്നുണ്ട്. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ മേളിൽ പോവാണ്. ആഹാ, ഓക്കെ, ദിസ് ഈസ് അഗെയിൻ മച്ച് ബെറ്റർ, കാരണം താഴെ പോവാം. സോ അമ്മ താഴെ ഇറങ്ങി.
താഴെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. താഴേക്ക് പോട്ടെ. അമ്മ സൂക്ഷിച്ചോട്ടോ. യെസ്. അപ്പം ഇവിടെ ഹെൽമെറ്റും സാധനങ്ങൾ വയ്ക്കാം തൽക്കാലത്തേക്ക്. ടാങ്ക് ബാഗ്. ഒരു ബോട്ടുണ്ട്. ഹായ്. അമ്മയെ ഇരുത്തി. മാസ്ക് ഊരാൻ പാടില്ല, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ആരുമില്ല. പക്ഷെ മൃഗങ്ങളും ഇവിടെ വരുന്നതല്ലേ, അപ്പോൾ അവരൊന്നും മാസ്ക് ധരിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഈ തോൾ ലേക്ക് അല്ലെങ്കിൽ ഇറിഗേഷൻ ടാങ്ക് ആയിരുന്നു, വാട്ടർ ഇറിഗേഷൻ ടാങ്ക് ആയിരുന്നു ഇത് ആദ്യം. 1912 ദിസ് വാസ് ബിൽഡ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇറ്റ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക്. 1988 ആയപ്പം, അതായത് ഞാൻ ജനിച്ച സമയത്ത് ആയപ്പോഴാണ് ഇത് ബേർഡ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചത് ബൈ ദ ഗുജറാത്ത് ഗവൺമെൻറ്. It's around like 150 species of birds are residing over here. പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സും ഉണ്ട്, വാട്ടർ ബേർഡ്സും ഉണ്ട്. 7 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു ഫോർ ദ ഫോട്ടോഗ്രാഫി പർപ്പസ് വിത്ത് DSLR, ബിക്കോസ് ഞാൻ ഇതിൻ്റെ ഒരുപാട് ഫ്ലെമിംഗോ ഷോട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നൗ ഇവിടെ ഫ്ലെമിംഗോസൊന്നും ഇല്ല, പക്ഷെ സൗണ്ട് കേൾക്കാം നമുക്ക്. ഓക്കെ. ആൻഡ് എന്താ പറയുക, ഇത്രയും വലിയൊരു ലേക്ക് ഗുജറാത്തിൽ, ദിസ് ഇസ് കൈൻഡ് ഓഫ് എ റെയർ പ്ലേസ്. ബിക്കോസ് ഗുജറാത്ത് എന്ന് പറഞ്ഞ വരണ്ട നാടാണ്. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ദ ഗവൺമെൻറ്, ഐ വുഡ് സേ. ആൻഡ് നമുക്ക് കേൾക്കാം, കുറച്ച് അകത്ത് ഉള്ളോട്ട് ഉണ്ട് ഒരുപാട് ബേർഡ്സ്. യോ ദേ ആർ ഫ്ലൈങ്. ബ്ലാക്ക് ബക്ക്, I don't remember the exact name, കാരണം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല. ആൻഡ് സീ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇങ്ങനെ വരിവരയായിട്ട് പറന്നു പോകുന്നതൊക്കെ കാണാം. ഒരു വിൻ്റർ സീസൺ ആണ്. അപ്പം തോൾ ലേക്കിലേക്ക് വരുന്ന വഴിയിൽ ലൈക്ക് സ്റ്റേറ്റ് ഹൈവേ 135 ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5-2 കിലോമീറ്റേഴ്സ് നമ്മൾ ഉള്ളോട്ട് വന്നിട്ടായിരിക്കും ഇവിടെ കയറുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 5 degrees ഡൗൺ, ഓക്കെ, 5 degrees എങ്കിലും താഴെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കൂൾ ടെമ്പറേച്ചർ. അത് മാത്രമല്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ, യുനോ, നമ്മൾ വരുന്ന വഴിയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാക്ടറീസും ഇൻഡസ്ട്രിയൽ ഏരിയയും, നമ്മൾ ഹെൽമെറ്റും ബാലക്ലാവും ഒക്കെ ഇട്ടതിന് ശേഷവും ഇറ്റ് വാസ് വെരി സ്മെല്ലി. അതായത് കെമിക്കൽസിൻ്റെ ഒക്കെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നതിന് ശേഷം അതൊന്നുമില്ല. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് അവർ നമ്മളോട് ചോദിക്കും, ഓക്കെ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നിടത്ത് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് നിങ്ങളുടെ കയ്യിലുണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും. സോ സിൻസ് ഇറ്റ് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി സൈറ്റ്. ഹവർ ഇവിടെ വന്നതിന് ശേഷം ഈ ബോട്ടിൻ്റെ അകത്ത് I can see 2 plastic. ദേ കണ്ടോ, 2 plastic covers. എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരെയാണോ പറയേണ്ടത്, ഇവിടുത്തെ നാട്ടുകാരെയാണോ പറയേണ്ടത്? എന്തായാലും ഞാൻ ഇത് വേസ്റ്റ് ബോക്സിൽ ഇടാനുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ ഇവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തായാലും ഒരു വേസ്റ്റ് ബോക്സ് അടുത്തൊന്നുമില്ല. സോ ഐ വിഷ് ഇവിടെ വേസ്റ്റ് ബോക്സസ് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ നല്ലതായേനെ. ആൻഡ് ഈ ഒരു ടോട്ടൽ വാട്ടർ സ്പ്രെഡ് ഏരിയ ഇറ്റ് ഈസ് 1730 acres ആണ്. എന്തൊരു അത്ഭുതമല്ലേ, 1730 acres ഓഫ് ഫ്രഷ് വാട്ടർ ലേക്ക്. അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. സോ ഞാനിവിടെ കുറച്ച് നേരം ആസ്വദിക്കട്ടെ. കാരണം 5:30 വരെയാണ് നമുക്കിവിടെ ഇരിക്കാൻ കഴിയുക. ഓക്കെ, അതിനുശേഷം എന്തായാലും പിന്നെ ആൾക്കാരും വരുന്നുണ്ട്. അത് മാസ്ക് ഇട്ടിട്ടല്ല വരുന്നത്, എന്നാലും മാസ്ക് ഒക്കെ ഇടണമല്ലോ ആൾക്കാർ വരുമ്പോൾ. അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി ട്രിപ്പാണ്. അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയെ ഇഷ്ടപ്പെട്ടോ ട്രിപ്പ്? വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പങ്കായം കണ്ടോ, പുത്തമ്പലക്കാരി ചാകര ചാകര ചാകര. ഈ ബോട്ട് കണ്ടപ്പം
നമ്മളെ ചെമ്മീൻ ഫിലിമിലെ പാട്ടുകളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ തന്നെ തോന്നുന്നു. കാരണം ഇവിടെ ഒന്നും കാണാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഈ ബോട്ട് എന്നൊക്കെ പറയുന്നത് ഗുജറാത്തിൽ. ഇറ്റ്സ് ഗുഡ് റൈറ്റ്? ഇവിടെ വരുന്നെങ്കിൽ വെളുപ്പിനെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറയുന്നത് ഞാനൊരു വൈകുന്നേരം ആയപ്പോഴാണ് വന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കം ഏർലി ഇൻ ദ മോർണിംഗ്. സൺസെറ്റ് കാണാൻ, സൺറൈസ് ആയിരിക്കും കാണാൻ നല്ലത് ഇവിടെ. എൻ്റെ അമ്മ വരുന്നു. താഴോട്ട് പോവുകയാണ്, മേളിലും താഴെ. ഒരു ബേർഡ് വാച്ചറായിരുന്നെങ്കിൽ എക്സാക്ട്ലി ഏത് പക്ഷികളാണ് ഇങ്ങനത്തെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റും. എനിക്കതിനോടുള്ള ഇൻട്രസ്റ്റ് ഇതുവരെ പോയിട്ടില്ല. എന്തായാലും ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും നമുക്ക് പോകണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ ഒരു കൂട്ടുകാരനുണ്ട്, ഞാൻ നോക്കിയിരിക്കുന്നു. പോലീസുകാരുണ്ട്. ടഫസ്റ്റ് പാർട്ട് ലെൻസും കാര്യങ്ങളും ഇല്ലെങ്കിലേ സ്പെക്ടക്കിൾസ് വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും സ്പെക്ടക്കിൾസ് ഇടട്ടെ. ഉണ്ടോ, ഇത് ചേരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഗെറ്റിംഗ് റെഡി. ഇത് കണ്ടോ, അങ്ങനെ ബാലക്ലാവ് മൊത്തം ഊരാതെ ഇതിടുന്നു. അമ്മയ്ക്ക് ചിരിയും വരുന്നു, കാരണം ഇത് ഞാൻ 2-3 വട്ടം ഊരും ഇടും. ഇത് തന്നെ ഒരു പണിയാണ്. ബട്ട് അല്ലാഹ് ദിസ് ഇസ് ഫോർ ദി സേഫ്റ്റി, you know, for safety. How do I look? Look good. ഈ പപ്പിയെ കണ്ട് അവനെൻ്റെ വള്ളിയെ പിടിക്കാനാണ് ഉദ്ദേശം. അമ്മയെടുക്കാൻ വരുന്നുണ്ട്. എൻ്റെ ഇതൊക്കെ മണ തോന്നുന്നുണ്ട്. മൂത്രം ഒഴിക്കാനാണോ? അല്ല. ടാറ്റാ. ഞങ്ങൾ വഴിയിൽ പിന്നെ നിർത്തി മേത്തി മേടിച്ച്. എന്താ ചെയ്യാന്ന് പറ. ഇത് വെച്ച് നമ്മൾ റൊട്ടി ഉണ്ടാക്കും. നമ്മളോട് പറഞ്ഞില്ലേ, എൻ്റെ റൈഡ് ബേസിക്കലി അമ്മയുടെ വെജിറ്റബിളും ഫ്രൂട്ട്സും പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ്. എടാ, അത്ഭുതത്തോട് നോക്കുന്നുണ്ടോ. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.